പോക്ക് ഒരു ജീവൻ പൊലിഞ്ഞു. അപകടത്തിൽപ്പെട്ട ഹരിദാസ് വാഹനത്തിനടിയിൽ കുടുങ്ങിക്കിടന്നത് അരമണിക്കൂറോളം. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടുകൂടിയാണ് മറയൂർ കാന്തല്ലൂർ റോഡിൽ കോളനിക്ക് സമീപം ഹരിദാസിന്റെ ഓട്ടോറിക്ഷ നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. വാഹനത്തിനടിയിൽ കുടുങ്ങിയ ഹരിദാസിനെ സമീപത്തെ തൊഴിലുറപ്പ് ജോലിയിൽ ഏർപ്പെട്ടിരുന്ന 40ഓളം സ്ത്രീകൾ വന്ന് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചു. സാധിച്ചില്ല. തുടർന്ന് ഈ വഴിയെ പോയ എല്ലാ ഓട്ടോറിക്ഷക്കാരോടും ജീപ്പുകാരോടും മറ്റു വാഹനങ്ങൾ ഓടിക്കുന്നവരോടും സ്ത്രീകൾ യാചിച്ചു, അലറി വിളിച്ചു. ആരും സഹായിച്ചില്ല. ഒടുവിൽ ഈ സ്ത്രീകൾ തന്നെ വാഹനം ഉയർത്തി. 25 മിനിറ്റോളം ഹരിദാസ് വാഹനത്തിനടിയിൽ കുടുങ്ങിക്കിടന്നു. அந்த ஆட்டோ வந்தோடனே பிறந்துருச்சு. பிறந்த உடனே அந்த சேட்டன் வந்து அடியில் போயிட்டாரு. எல்லாமே கட்டிட்டுமே வந்துச்சு. இங்கிட்ட இருந்து வண்டி வந்துச்சு. வண்டி வந்தோடனே வண்டிகளை நிப்பாட்டுங்க நிப்பாட்டுங்க, இந்த வண்டியை தூக்குங்கன்னொடனே ஒரு மனுஷர் வண்டியை நிப்பாட்டவே இல்லை. ஆட்டோக்காரங்க யாருமே. ஒரு ஜீப்பு வந்துச்சு அங்கிருந்து. ஜீப்பு அண்ணா நிப்பாட்டுங்கன்னொடனே நாங்கள் கோயிலுக்கு போகிறோம், நாங்கள் நிப்பாட்ட மாட்டோம்னு அவங்க போயிட்டாங்க. വാഹനത്തിൽ കയറ്റി ആശുപത്രിയിൽ എത്തിക്കാനും ആരും തയ്യാറായില്ല. തുടർന്ന് സമീപത്തെ വീട്ടിലേക്ക് തേങ്ങ ശേഖരിക്കാനായി എത്തിയ ഓട്ടോറിക്ഷയിൽ കയറ്റി മറയൂർ FHCയിൽ എത്തിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റിരുന്ന ഹരിദാസിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ഉടുമ്പൽപേട്ടയിലേക്ക് മാറ്റി. തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സ നൽകി വരുന്നതിനിടെ ഇന്ന് പുലർച്ചെ മരിക്കുകയായിരുന്നു. മൃതദേഹം തുടർ നടപടിക്ക് ശേഷം എത്തിക്കും. ഹരിദാസിനെ ആ സമയത്ത് തന്നെ വാഹനത്തിനടിയിൽ നിന്നും ഉയർത്തി ആശുപത്രിയിലെത്തിച്ച് ചികിത്സ നൽകാൻ കഴിഞ്ഞിരുന്നുവെങ്കിലെന്ന വിതുമ്പലുകളും സമൂഹത്തിന്റെ വിവിധ കോണുകളിൽ നിന്നും കേൾക്കാം.